എനിക്കില്ലേ ഈ പാലപ്പത്തിൻ്റെ കൂടെ ഈ ചിക്കൻ സ്റ്റ്യൂ അല്ലെങ്കിൽ മട്ടൺ സ്റ്റ്യൂ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടാ. അപ്പം നമുക്ക് അത് ഉണ്ടാക്കിയാൽ ഫസ്റ്റ് പാൻ അടുപ്പത്തേക്ക് വെളിച്ചെണ്ണ, ഗ്രാമ്പൂ, പട്ട, ഏലക്കായ ഇട്ടിട്ട് ഒന്ന് ഇളക്കി മാറ്റുക. ഈ ടൈമിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റുക. 2 കുഞ്ഞി സബോളല്ലി അത് ചോപ്പ് ചെയ്തിട്ട് അതും ഈ ഒരു സമയത്ത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കുറച്ച് ഉപ്പ് ഈ ഒരു സമയത്ത് ഇടാം കേട്ടോ. പിന്നെ നല്ല കുഞ്ഞ് പീസാക്കി വെച്ചിട്ടുള്ള എല്ലില്ലാത്ത ചിക്കൻ ഉണ്ടല്ലോ, എല്ലുള്ളതും ഇടാം. എന്നിട്ട് ഒന്ന് വഴറ്റി ഒരു വെള്ള കളറാവും. ആ ഒരു കളറാവുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പൊട്ടറ്റോ പോലെ തന്നെ ഗ്രാമ്പൂട്ട് 2-ാം പാൽ ഒഴിച്ചിട്ട് 2-3 മിനിറ്റ് ഇതിങ്ങനെ വേവിക്കണം. അത് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഉപ്പ് നോക്കി ഇത് അടച്ച് വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞ് തിളച്ച് വരുമ്പോൾ 1-ാം പാൽ ഒഴിച്ചിട്ട് കുരുമുളകും ഗരം മസാലയും ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റ്യൂ റെഡിയാണ്. ഇനി അപ്പം ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെന്താ, അപ്പം എടുത്ത് വയ്ക്കുക, കുറച്ച് സ്റ്റ്യൂ അതിൻ്റെ മേലെ ഒഴിക്കുക, കുറച്ച് നേരം അങ്ങനെ കുതിർത്തി വെച്ചിട്ട് അതങ്ങോട്ട് കഴിക്കുക. അപ്പം എങ്ങനെ, ഉഷാറല്ലേ?